വെൽക്കം ടു PSC Edu Valley. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യണേ? KSEB സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രസിദ്ധീകരിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ്, നമുക്ക് പഠിച്ചു തുടങ്ങാം. PYQs ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് അതിന്റെ കൂടെ എന്താണ്, എന്തെങ്കിലും കണക്റ്റിംഗ് ഫാക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം. റേറ്റഡ് വോൾട്ടേജ് ഓഫ് സിംഗിൾ ഫേസ് സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് കണക്ഷൻ ഇൻ അവർ സ്റ്റേറ്റ്. നമ്മളുടെ സംസ്ഥാനത്തില് സിംഗിൾ ഫേസ് സപ്ലൈ ഡൊമസ്റ്റിക് കണക്ഷന് വേണ്ടിയിട്ടുള്ള സിംഗിൾ ഫേസ് സപ്ലൈയുടെ റേറ്റഡ് വോൾട്ടേജ് എത്രയാണ്? നമ്മളുടെ എല്ലാ എക്യുപ്മെന്റ്സിലും കാണാറുള്ള ഒരു വോൾട്ടേജ് തന്നെയാണ്. ഏതാണ്? 230 വോൾട്ട് ആണ്. ഓക്കെ, സിംഗിൾ ഫേസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ 230 വോൾട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ആൻഡ് ത്രീ ഫേസ് ആണെന്നുണ്ടെങ്കിലോ, ഏതാണ്? 415 വോൾട്ട് ആണ് വരിക. ഇനി സിംഗിൾ ഫേസ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് എത്ര വയർ ഉണ്ട്? 2 വയർ ഉണ്ടായിരിക്കും. ഒന്ന് ഫേസ് ആണ്, അതുപോലെ ഒന്ന് എന്താണ്? ന്യൂട്രൽ ആണ്. ഒരു ഫേസും ഒരു ന്യൂട്രലും ആണ് സിംഗിൾ ഫേസിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി ത്രീ ഫേസിനകത്താണെങ്കിലോ 3 ഫേസ് ഉണ്ടായിരിക്കും. RYB എന്ന് പറയുന്ന 3 ഫേസ് ഉണ്ടായിരിക്കും. അതുപോലെ ഒരു ന്യൂട്രൽ ഉണ്ടായിരിക്കും. ഓക്കെ, RYBN. ഓക്കെ, RYBN എന്നാണ് നമ്മൾ പറയുക. ഇനി രണ്ട് ലൈനുകൾക്കിടയിലുള്ള വോൾട്ടേജ് എത്രയാണ്? അത് 415 വോൾട്ട് ആണ്. RN എന്നെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ YN എന്നെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ BN എന്നെടുക്കാം. ഓക്കെ, അപ്പൊ RY അല്ലെങ്കിൽ YB അല്ലെങ്കിൽ BR ഇത് എത്രയാണ് വരിക? ഈ വോൾട്ടേജ് എത്രയാണ്? ലൈൻ വോൾട്ടേജ് എത്രയാണ് വരിക? 415 ആണ്. ഇനി RN അതായത് ഒരു ഫേസും ഒരു ന്യൂട്രലും, അല്ലെങ്കിൽ YN അടുത്ത ഫേസും ന്യൂട്രലും, അതുപോലെ BN ഓക്കെ എത്രയാണ് വരിക? അത് 230 വോൾട്ട് ആണ് വരിക. ഓക്കെ, ക്ലിയർ ആണ്. സോ ഫേസ് വോൾട്ടേജ് എത്രയാണ്? 415 ആണ്. ലൈൻ വോൾട്ടേജ് 230. എവിടെയാണ്? ത്രീ ഫേസ് സപ്ലൈക്കകത്ത്. ത്രീ ഫേസ് സപ്ലൈ എന്ന് പറയുമ്പോൾ 4 വയർ ഉണ്ടായിരിക്കും. RYB എന്ന് പറയുന്ന റെഡ്, യെല്ലോ, ബ്ലൂ എന്ന് പറയുന്ന 3 ഫേസ് കണക്ഷനും, അതുപോലെ ഒരു ന്യൂട്രൽ വയറും. ഓക്കെ, 3 ഫേസ് വയറും ഒരു ന്യൂട്രൽ വയറും. ഓക്കെ, ക്ലിയർ ആണ്. രണ്ട് ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 415 വോൾട്ട് ആണ്. ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും ഇടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ അടുത്തത്, ഇൻ ഇന്ത്യ യൂഷ്വൽ ജനറേറ്റിംഗ് വോൾട്ടേജ് അറ്റ് പവർ സ്റ്റേഷൻ ഈസ്. പവർ സ്റ്റേഷനകത്ത് ജനറേറ്റിംഗ് വോൾട്ടേജ് എത്രയാണ്? നമ്മൾ 11 kV അല്ലെങ്കിൽ 11 മൾട്ടിപ്പിൾസ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ യൂഷ്വലി ജനറേറ്റിംഗ് വോൾട്ടേജ് അറ്റ് പവർ സ്റ്റേഷൻ എത്രയാണ്? 11 kV ആണ്. 11,000 വോൾട്ട് ആണ്. ഓക്കെ, 11,000 വോൾട്ട് ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, the transistor configuration which will have both current and voltage gain. Okay, both current and voltage gain ഉള്ള ഒരു ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഏതാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇനി പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറയാം. സോ ഇവിടെ നോക്കുക, E ഉണ്ട്, അതുപോലെ I ഉണ്ട്. ഓക്കെ, കോമൺ എമിറ്റർ ആണ് നമ്മളുടെ ആൻസർ വന്നിട്ടുള്ളത്. സോ ഈ ഇയിൽ നിന്നും നമുക്ക് ഒരു കാര്യം കണക്ട് ചെയ്യാം. നമ്മളുടെ വോൾട്ടേജിനെ നമ്മൾ എന്തെന്ന് കൂടെ പറയും? ഇലക്ട്രിക് പ്രഷർ എന്ന് പറയും അല്ലെ? ഇലക്ട്രിക് പ്രഷർ ആണ് വോൾട്ടേജ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ആ ഇ ഇങ്ങനെ കണക്ട് ചെയ്യാം. ആൻഡ് I നമുക്കറിയാം എന്താണ്? I എന്ന് പറയുന്നത് കറണ്ട് ആണല്ലേ? ഓക്കെ, I എന്താണ്? കറണ്ട് ആണ്. അപ്പൊ ക്ലിയർ ആണ്. സോ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ കോമൺ എമിറ്ററിനകത്ത് ഇയും ഉണ്ട്, ഐയും ഉണ്ട്. സോ ഇലക്ട്രിക് പ്രഷർ എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, ആൻഡ് I എന്ന് പറയുന്നത് കറണ്ട് ആണ് എന്ന് ഓർത്തുകൊണ്ട് കോമൺ എമിറ്റർ എന്ന് നമുക്ക് ആൻസർ എഴുതാം. സോ അഡീഷണൽ ആയിട്ട് പറഞ്ഞതാണ്. ഇനി ഇതുപോലെ തന്നെ ബെസ്റ്റ് പവർ ഗെയിൻ ഏത് കോൺഫിഗറേഷനിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെസ്റ്റ് പവർ ഗെയിൻ ഏത് കോൺഫിഗറേഷനിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? കോമൺ എമിറ്റർ ആണ്. അതും വേണമെങ്കിൽ കണക്ട് ചെയ്ത് പഠിക്കാം. ബെസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ പവർ നമ്മൾ വാട്ട്സിലാണല്ലേ നോർമലി എടുക്കുന്നത്. അപ്പോ W എന്നുള്ള വാട്ട്സിനെ തിരിച്ചിട്ടാൽ എന്താണ്? M ആണ്. അപ്പൊ ഈ ഒരു EMI എന്നുള്ള 3 കാര്യം വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാം? ഇലക്ട്രിക് പ്രഷർ ആണ്, വോൾട്ടേജ് എന്നുള്ളതുകൊണ്ട് വോൾട്ടേജ് ഗെയിൻ ഉണ്ട് എന്നുള്ളത് പഠിക്കാം. M തിരിച്ചിട്ടത് W ആക്കി അവിടെ പവർ ഉണ്ട് എന്ന് മനസ്സിലേക്ക് എടുത്ത്, പവറിന്റെ യൂണിറ്റ് നമ്മൾ വാട്ട്സ് ആണ്, വാട്ട്സിനെ തിരിച്ചിട്ടു, ദാറ്റ് ഇസ് M എന്നായിട്ടുണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് ബെസ്റ്റ് പവർ ഗെയിനും ഏത് കോൺഫിഗറേഷനിലാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് എന്ന് പഠിക്കാം. അതുപോലെ I
കറണ്ട് ആണ്. സോ ബെസ്റ്റ് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് ഗെയിൻ ഉള്ളതും എവിടെയാണ്? ഈ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് എന്ന് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണ്. സോ എന്താണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഗെയിൻ ഉള്ളത്. അതുപോലെ തന്നെ എന്തും കൂടെ ഉള്ളത്? പവർ ഗെയിൻ. ബെസ്റ്റ് പവർ ഗെയിൻ എന്ന് പറയുന്നതും ട്രാൻസിസ്റ്റർ ഏത് കോൺഫിഗറേഷനിൽ വരുമ്പോഴാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ വരുമ്പോഴാണ്. സോ പഠിക്കാനുള്ള എളുപ്പമാണ് പറഞ്ഞത്. ഇ ഫോർ ഇലക്ട്രിക് പ്രഷർ വോൾട്ടേജ് എന്ന് ഓർത്തിരിക്കുക. W വാട്ട്സിന്റെ W തിരിച്ചിട്ടത് M വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബെസ്റ്റ് പവർ ഗെയിൻ എമ്മിലുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ആൻഡ് I എന്താണ്? കറണ്ട് ഗെയിൻ. I മീൻസ് കറണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ആദ്യത്തെ എമിറ്ററിന്റെ ആദ്യത്തെ 3 ലെറ്റർ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു വെക്കുക? ഓർത്ത് വെക്കുക. ഓക്കെ, EMI എന്നുള്ളത് കൊണ്ട് ഓർത്ത് വെക്കുക. ബെസ്റ്റ് പവർ ഗെയിൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. ബോത്ത് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഗെയിൻ ഉള്ളതും എവിടെയാണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വെതർ പ്രൂഫ് വയർ ഇസ് യൂസ്ഡ് ഫോർ. നമ്മുടെ സർവീസ് കണക്ഷൻ വയർ നോക്കുക. മഴയും വെയിലൊക്കെ കൊള്ളുന്നുണ്ടല്ലേ. അപ്പോൾ ഏതാണ് ഇത്? സാധാരണഗതിയിൽ പഠിക്കാതെ പോയി കഴിഞ്ഞാലും ആൻസർ എഴുതാൻ പറ്റുന്ന ചോദ്യമാണ്. ഏതാണ്? സർവീസ് കണക്ഷന് വേണ്ടിയിട്ടാണ് വെതർ പ്രൂഫ് വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. എമംഗ് വേരിയസ് ഇലക്ട്രിക്കൽ മെഷീൻ ദ മാക്സിമം എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ. താഴെ തന്നിട്ടുള്ളതിനകത്ത് ഏറ്റവും മാക്സിമം എഫിഷ്യൻസി ഏതിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻഡക്ഷൻ മോട്ടർ ആണോ, ട്രാൻസ്ഫോമർ ആണോ, സിങ്ക്രണസ് മോട്ടർ ആണോ, DC സീരീസ് മോട്ടർ ആണോ? നമുക്കറിയാം ഇലക്ട്രിക്കൽ മെഷീൻസിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി, മാക്സിമം എഫിഷ്യൻസി ഏതിനാണ്? അത് ട്രാൻസ്ഫോമറിനാണ്. ട്രാൻസ്ഫോമർ എന്താണ്? ഒരു സ്റ്റാറ്റിക് മെഷീൻ ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് റൊട്ടേറ്റിംഗ് പാർട്ടുകളൊന്നുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ ഒരു ലോസസ് അതിനകത്ത് വരുന്നില്ല. സ്റ്റാറ്റിക് ലോസസ് മാത്രമേ ഉള്ളൂ. കോപ്പർ ലോസും കോർ ലോസും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താണ്? എഫിഷ്യൻസി കൂടുതലാണ്. ഒരു ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 97 അല്ലെങ്കിൽ 95 മുതൽ 99 വരെയാണ് എഫിഷ്യൻസി വരുന്നത് അല്ലേ. സോ 97 to 99 എഫിഷ്യൻസി എന്ന് ഓർത്തിരിക്കുക. അത് തന്നെ കൂടുതലാണ്, 100 എത്തി നിൽക്കുവാണ് അല്ലേ. അപ്പോൾ കോർ ലോസും കോപ്പർ ലോസും സ്റ്റാറ്റിക് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ കോർ ലോസും കോപ്പർ ലോസും മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫോമറിനകത്ത് റൊട്ടേറ്റിംഗ് പാർട്ടുകളൊന്നും ഇല്ല. അതുകൊണ്ട് എഫിഷ്യൻസി കൂടുതലാണ്. 97 to 99% ആണ് വരിക. ഇനി ട്രാൻസ്ഫോമറിനേക്കാളും കുറച്ച് എഫിഷ്യൻസി കുറവാണ് എന്തിനുണ്ടാവുക? ഇൻഡക്ഷൻ മോട്ടറിന് ഉണ്ടായിരിക്കുക. സിങ്ക്രണസ് മോട്ടറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എപ്പോഴും ഒരു 90 ഗ്രേറ്റർ ദാനിൽ നിൽക്കും. ഓക്കെ, ദെൻ DC സീരീസ് മോട്ടറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു 85 എബോ ആണ് കോമൺലി ഉണ്ടായിരിക്കുക. DC സീരീസ് മോട്ടറിന് ഒരു 85 എബോ ആണ് മോസ്റ്റ് കോമൺലി ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. The maximum value of an alternating current in a circuit is 10 ampere. If an ammeter is connected in circuit, what will be the reading of ammeter? അതായത് ഒരു സർക്യൂട്ടിനകത്തെ AC കറണ്ട് എത്രയാണ്? 10 ആംപിയർ ആണ്. മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്, 10 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാണ്? ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അമ്മീറ്റർ റീഡ് ചെയ്യുന്നത് എത്ര ആംപിയർ ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓർത്തിരിക്കുക, ഇവിടെ തന്നിട്ടുള്ളത് മാക്സിമം വാല്യൂ ആണ്. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ ഒക്കെ റീഡ് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? RMS വാല്യൂസ് ആണ് നമ്മൾ അമ്മീറ്ററിലും വോൾട്ട് മീറ്ററിലും റീഡ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂവും RMS വാല്യൂവും തമ്മിലുള്ള ബന്ധം ഓർത്തിരിക്കുക. VRMS എന്ന് പറയുന്നത് എത്രയാണ്? Vmax ഡിവൈഡഡ് ബൈ √2 ആണ്. ഓക്കെ, Vmax അല്ലെങ്കിൽ Vpeak എന്നൊക്കെയല്ലേ പറയാം. ഓക്കെ, Vmax അല്ലെങ്കിൽ Vpeak. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് മാക്സിമം വാല്യൂ എത്രയാണ്? 10 ആണ് മാക്സിമം. അപ്പൊ 10 ഡിവൈഡഡ് ബൈ √2 വരും. ഓക്കെ, അപ്പൊ 1/√2ന്റെ വാല്യൂ ഓർത്തിരിക്കുക. 1/√2 എന്ന് പറയുന്നത് എത്രയാണ്? 0.707 ആണ്. ഓക്കെ, 1/√2 എന്ന് പറയുന്നത് 0.707. അപ്പോ 10/√2 1/√2 ഇൻറ്റു 10 ആണ് വരിക. അപ്പൊ എത്രയാണ്? 7.07. ആൻസർ വരിക 7.07 ആംപിയർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. Vmax/√2 ആണ് ഇവിടെ ചെയ്യേണ്ടത്. മാക്സിമം വാല്യൂ തന്നിട്ടുണ്ട്. നമ്മളുടെ അമ്മീറ്റർ റീഡ് ചെയ്യുന്നത്, അമ്മീറ്ററും വോൾട്ട് മീറ്ററും ഒക്കെ റീഡ് ചെയ്യുന്നത് RMS വാല്യൂ ആണ് എന്ന് ഓർക്കുക. അപ്പോൾ RMS വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യുക? Vmax അതായത് മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും. എന്തെന്ന് കിട്ടും? ആ ഒരു കറസ്പോണ്ടിങ്. ഇനി √2 എന്ന് പറയുന്നത് എത്രയാണ്? √2 എന്ന് പറയുന്ന വാല്യൂ √2 എന്ന് പറയുന്നത് 1.414 ആണ്. ഓക്കെ,
1.414 ആണ് √2. അതുകൊണ്ട് ഈ ഒരു ആൻസറുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. 1/√2ന്റെ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം. 0.707 ആണ്. എളുപ്പമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക? 7.07 ആംപിയർ ആണ് അമ്മീറ്റർ റീഡ് ചെയ്യുക. ഓക്കെ, ആ ഇക്വേഷൻ ആണ് പറഞ്ഞത്. RMS വാല്യൂ ആണ് അമ്മീറ്ററിനകത്തും വോൾട്ട് മീറ്ററിനകത്തും റീഡ് ചെയ്യുന്നത്. അപ്പൊ RMS വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ √2 ചെയ്താൽ മതി. ഓക്കെ, സോ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ എന്താണ്? ക്രസ്റ്റ് ഫാക്ടർ ആണ്. സോ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ എന്താണ്? ക്രസ്റ്റ് ഫാക്ടർ ആണ് എന്ന് ഓർത്തിരിക്കുക. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു ദി RMS വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ക്രസ്റ്റ് ഫാക്ടർ ആണ് എന്ന് ഓർത്തിരിക്കുക. അത് എത്രയായിരിക്കും? √2 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. √2 മീൻസ് 1.414. ഓക്കെ, ക്ലിയർ ആണ് ഫോർ എ സിനുസോയിഡൽ വേവ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ദ ബിഗ്ഗസ്റ്റ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് അറ്റ് കേരള. കേരളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് ഏതാണ്? നമ്മളുടെ ഇടുക്കി ഡാമാണ്. ആൻഡ് ഇടുക്കി ഡാമിന്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണ്? 780 മെഗാവാട്ട്സ് ആണ്. ഓക്കെ, 780 മെഗാവാട്ട്സ് ആണ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. 1986ലാണ് അത് എന്ത് ചെയ്തത്? സ്റ്റാർട്ട് ചെയ്തത്, ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് 1986ലാണ്. ആൻഡ് അതൊരു ഏഷ്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് ആർക്ക് ഡാം എന്നൊക്കെ പറയുന്നത് ഏതാണ്? ഇടുക്കിയാണ്. ആൻഡ് 130 മെഗാവാട്ട്സ് കപ്പാസിറ്റി ഉള്ള 130 മെഗാവാട്ട്സ് കപ്പാസിറ്റി ഉള്ള 6 ടർബൈൻസ് ആണ് നമ്മളുടെ ഇടുക്കി പവർ പ്രൊജക്റ്റിനകത്ത് ഉള്ളത്. ഓക്കെ, 130 മെഗാവാട്ട്സ് ഉള്ള 6 ടർബൈൻസ് ആണ് ഉള്ളത്. സോ ടോട്ടൽ എത്രയാണ്? 780 മെഗാവാട്ട്സ് ആണ് ഉള്ളത്. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 780 മെഗാവാട്ട്സ് ആണ്. ഇനി ഏത് രാജ്യമാണ് നമ്മളോടൊപ്പം സഹകരിച്ചത്? കാനഡയാണ്. ഓക്കെ, ഈ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനുമായിട്ട് സഹകരിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനഡയാണ്. ഓക്കെ, ദെൻ അടുത്തത് ഷോളയാർ എന്ന് പറയുന്നത് 1966ലാണ് സ്ഥാപിക്കുന്നത്. ആൻഡ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത് 1968ലാണ്. 2 വർഷം കഴിയുമ്പോഴത്തേക്കും അതിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി 54 മെഗാവാട്ട്സ് ആണ് അതിന്റെ കപ്പാസിറ്റി. 54 മെഗാവാട്ട്സ് ആണ് കപ്പാസിറ്റി. മെഗാ എന്നുണ്ട് കേട്ടോ. 54 മെഗാവാട്ട്സ് ആണ് കപ്പാസിറ്റി. ആൻഡ് 18 മെഗാവാട്ട്സ് ഉള്ള 3 ടർബൈൻ ആണ് ഷോളയാറിനകത്തുള്ളത് എന്നും കൂടെ ഓർത്തിരിക്കുക. ഇതും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ 18 മെഗാവാട്ട്സ് ഉള്ള 3 ടർബൈൻസ് ആണ് എവിടെയുള്ളത്? ഷോളയാറിനകത്തുള്ളത്. ഇടുക്കിയിലാണെങ്കിലോ 130 മെഗാവാട്ട്സ് ഉള്ള 6 ടർബൈൻസ് ആണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അടുത്തത് നോക്കാം. ആൻഡ് ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, ഷോളയാർ എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. 2 equal resistance are connected in parallel. The effective resistance is. ഓക്കെ, 2 ഈക്വൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? പാരലൽ ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണല്ലേ. അപ്പോ ഇത് R1 ആണെന്നുണ്ടെങ്കിൽ ഇത് R2 ആണ്. രണ്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? എഫക്റ്റീവ് ഈക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? 1/R1 പ്ലസ് 1/R2 അങ്ങനെ 1/Rn വരെയാണ് നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ 2 റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക? 2 ഈക്വൽ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിരിക്കും? പകുതി ആവുകയാണ് ചെയ്യുക. നമുക്കറിയാം 2 റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു റെസിസ്റ്റൻസ് റാൻഡം വാല്യൂ നമുക്ക് 2 എന്ന് എടുക്കാം. അപ്പൊ 2 × 2 4 ആണ്. ഓക്കെ, 2 × 2 4 ആണ്. 2 + 2 എത്രയാണ്? അതും 4 തന്നെയാണ് വരിക. അപ്പൊ എന്താണ്? 4 4 1 എന്ന് വന്നിട്ടുണ്ട്. 4/4 1. സോ ഈക്വൽ റെസിസ്റ്റൻസ് എത്രയാണ് എടുത്തത്? 2 ഓം റെസിസ്റ്റൻസ് ആണ് എടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്തായിട്ടുണ്ട്? പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താണ് വരിക? ഹാഫ് ആയിട്ട് കുറയാണ് ചെയ്യുക. സോ 2 റെസിസ്റ്റൻസ് ഈക്വൽ റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്
എന്തായിരിക്കും? പകുതി ആയിരിക്കും. ഇപ്പൊ 2 ഓം റെസിസ്റ്റൻസ് ആണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ എത്രയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ്? എത്രയായിരിക്കും? 1 ഓം ആയിരിക്കും. ആൻഡ് 4 ഓം ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് എത്രയായിരിക്കും? 2 ഓം ആയിരിക്കും. 6 ഓം ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 3 ഓം ആയിരിക്കും. 10 ഓം ആണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ 5 ഓം ആയിരിക്കും. അപ്പൊ എത്രയാണോ കണക്ട് ചെയ്യുന്നത് അതിന്റെ നേരെ പകുതി ആയിരിക്കും എന്തുണ്ടാവുക? എഫക്റ്റീവ് റെസിസ്റ്റൻസ്. എപ്പോ? രണ്ടും ഈക്വൽ റെസിസ്റ്റൻസ് ആയിരിക്കും. 2 ഈക്വൽ റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താവുന്നത്? പകുതിയായി കുറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The ratio of RMS value to the average value എന്താണ്? RMS value divided by average value എന്ന് പറയുന്നത് ഏതാണ്? അത് ഫോം ഫാക്ടർ ആണ്. ഓക്കെ, ഫോം ഫാക്ടർ ആണ്. ഫോർ എ സിനുസോയ്ഡൽ വേവ് ഫോം ഫാക്ടർ എത്രയാണ്? 1.11 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ദി ആവറേജ് വാല്യൂ ആണ് ഫോം ഫാക്ടർ. ഫോർ എ സിനുസോയ്ഡൽ വേവ്, ഒരു സിനുസോയ്ഡൽ വേവിന് എന്താണ് ഫോം ഫാക്ടർ ഉള്ളത്? 1.11 ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചോദ്യം. The recommended frequency of AC supply as per Indian standard. As per Indian standard recommended frequency of AC supply എത്രയാണ്? 50 Hz ആണ്. ഓക്കെ, 50 Hz ആണ്. ഇനി ഓർക്കുക, ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് ഫ്രീക്വൻസി? F is equal to എന്താണ് പറയുക? 1/T എന്നാണ് പറയുക അല്ലെ? 1/ടൈം പീരീഡ്. സോ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് സൈക്കിൾസിനെ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സൈക്കിൾസിനെ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എന്താണ്? ദ ടൈം റിക്വയർഡ് ഫോർ ടു കംപ്ലീറ്റ് എ സൈക്കിൾ. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ടൈം പീരീഡ്. ആൻഡ് ടൈം പീരീഡ് സെക്കൻഡിലാണ് മെഷർ ചെയ്യുക. സോ നോക്കുക, ഇതാണ് നമ്മളുടെ ഒരു സൈക്കിൾ എന്നിരിക്കട്ടെ. ഓക്കെ, 90 ഡിഗ്രി 180 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ ഒരു സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ടി അഥവാ ടൈം പീരീഡ് എന്ന് പറയുക. ഇത്തരത്തില് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് സൈക്കിൾസ് ആണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഇസ് മെഷേർഡ് ഇൻ ഹെർട്സ് ആണ് പറയുക, ഹെർട്സിലാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 50 ഹെർട്സ് ആണ് നമ്മളുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെഫർ ചെയ്യുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ ആ സമയം കൂടെ നമുക്ക് അറിഞ്ഞിരിക്കാം. 50 ഹെർട്സ് ആണ് നമ്മളുടെ ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ ഒരു സൈക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയായിരിക്കും? F is equal to 1/T ആണെന്ന് നമുക്കറിയാം. F എത്രയാണ്? 50 തന്നിട്ടുണ്ട്. അപ്പൊ ടൈം പീരീഡ് കാണുമ്പോൾ 1/F ആണ് ചെയ്യുക. അപ്പൊ 1/50 എന്ന് പറയുന്നത് എത്രയാണ്? 0.02 സെക്കൻഡ്. എന്തെന്ന് പറയാം? 20 മില്ലി സെക്കൻഡ്സ് ആണെന്ന് പറയാം. ഓക്കെ, 20 മില്ലി സെക്കൻഡ്. അപ്പൊ ഓർത്തിരിക്കുക, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന 50 ഹെർട്സിനകത്ത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 20 മില്ലി സെക്കൻഡ് ആണ്. ഓക്കെ, 20 മില്ലി സെക്കൻഡ് ആണ്. ഓക്കെ, 20 × 10⁻³ ആണെന്ന് ഓർക്കുക. 0.02 ആണ് ആൻസർ. അപ്പൊ അത് ഓർത്തിരിക്കുക, 20 മില്ലി സെക്കൻഡ് ആണ്. 50 ഹെർട്സ് ആണ് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ ടൈം പീരീഡ് എത്രയാണ്? 20 മില്ലി സെക്കൻഡ് ആണെന്ന് ഓർത്തിരിക്കുക. ഇങ്ങനെയും ചോദ്യങ്ങളുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. The reciprocal of resistance is. Resistance എന്താണ്? It is the opposition for an electric current. ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനുള്ള ഒരു തടസ്സമാണ് റെസിസ്റ്റൻസ്. അപ്പൊ ഇലക്ട്രിക് കറണ്ട് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്നതിന് എന്താണ്? അതിനെ കണ്ടക്ടൻസ് എന്നാണ് പറയുക അല്ലെ? ഓക്കെ, കണ്ടക്ടൻസ് എന്നാണ് പറയുക. ഓക്കെ, ക്ലിയർ ആണ്? 1/R ആണ്. G is equal to 1/R എന്നാണ് നമ്മൾ പറയുക. G is equal to 1/R ആണ്. ഇനി ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയാക്ടൻസിന്റെ റെസിപ്രോക്കൽ എന്താണ്? റിയാക്ടൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഏതാണ്? സസെപ്റ്റൻസ് ആണ്. ഓക്കെ, സസെപ്റ്റൻസ് ആണ്. സോ സസെപ്റ്റൻസ് ആണ് റിയാക്ടൻസിന്റെ എന്തെന്ന് പറയുന്നത്? റെസിപ്രോക്കൽ എന്ന് പറയുന്നത്. ഇനി ഇംപിഡൻസിന്റെ റെസിപ്രോക്കൽ എന്താണ്? അത് ഏതാണ്? അഡ്മിറ്റൻസ് ആണ്. ഓക്കെ, ഇംപിഡൻസ് എന്താണ്? ഇംപിഡൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്? സോ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടക്ടൻസ് ആണ്. റിയാക്ടൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സസെപ്റ്റൻസ് ആണ്. ആൻഡ് ഇംപിഡൻസിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് ഏതാണ്? അഡ്മിറ്റൻസ് ആണ്. ക്ലിയർ ആണ്? അഡ്മിറ്റൻസ് നമ്മൾ Y വെച്ചാണ് പറയുക. ആൻഡ് സസെപ്റ്റൻസ് നമ്മൾ B വെച്ചാണ് പറയുക. കണ്ടക്ടൻസ് എന്താണ്? G ആണ്. ഓക്കെ,
ക്ലിയർ ആണ്. ദെൻ അടുത്ത ചോദ്യം, ലാപ്പ് വൈൻഡിങ് ഇസ് സ്യൂട്ടബിൾ ഫോർ ഡാഷ് കറണ്ട് ഡാഷ് വോൾട്ടേജ് ഡി സി ജനറേറ്റർ. ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലാപ്പ് വൈൻഡിങ് അതുപോലെ വേവ് വൈൻഡിങ്. ഇനി ലാപ്പ് വൈൻഡിങ് എവിടെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഹൈ കറണ്ട് ലോ വോൾട്ടേജ് സിറ്റുവേഷൻസിനകത്താണ്, ആ ഒരു ഡി സി ജനറേറ്റർ സ്ട്രക്ചറിനകത്താണ് ലാപ്പ് വൈൻഡിങ് സ്യൂട്ടബിൾ ആയിട്ട് ഉള്ളത്. ഇനി നോക്കുക, സോ ലാപ്പ് വൈൻഡിങ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് ഡി സി ജനറേറ്റേഴ്സിലാണ്. വേവ് വൈൻഡിങ് എവിടെയാണ്? ലോ കറണ്ട് ഹൈ വോൾട്ടേജ് ഡി സി ജനറേറ്ററിലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ലാപ്പ് വൈൻഡിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഹൈ കറണ്ട് ലോ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ വേവ് വൈൻഡിങ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇനി ഓർത്തിരിക്കുക, ലാപ്പ് വൈൻഡിങ്ങിനകത്ത് നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. വേവ് വൈൻഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എത്രയാണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു 2 ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം, ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട് വോൾട്ടേജ് ഡാഷ് കറണ്ട്. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പറയാം. ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട് എന്നാണ് പറഞ്ഞേക്കണേ. സോ അതിനകത്ത് വോൾട്ടേജ് ഡാഷ് കറണ്ട്. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്ത് വോൾട്ടേജ് ലീഡ് ദ കറണ്ട് എന്നാണ് പറയുക, അല്ലെ? അല്ലെങ്കിൽ കറണ്ട് ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്നാണ് പറയുക. അപ്പൊ ഇവിടെ ആദ്യം കൊടുത്തിട്ടുള്ളത് വോൾട്ടേജ് എന്നുള്ളത് കൊണ്ട് എന്തായിരിക്കും? സോ ഇൻ എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്ത് വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ഇൻ 90 ഡിഗ്രി, അല്ലെങ്കിൽ കറണ്ട് ലാഗ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്നാണ് പറയുക. അപ്പൊ വോൾട്ടേജ് ആദ്യം കൊടുത്തത് കൊണ്ട് എന്താണ്? വോൾട്ടേജ് ആണ് ആദ്യം പോകുന്നത്, അല്ലെ? അപ്പൊ വോൾട്ടേജ് ലീഡ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി എന്നാണ് വരിക. സോ എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഗ്രാഫ് എങ്ങനെയാണ് വരിക? വോൾട്ടേജിനെ നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് എങ്ങനെയാണ് നിൽക്കുക? പ്യുവർ ഇൻഡക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ കറണ്ട് എക്സാക്ട് 90 ഡിഗ്രി എന്ത് ചെയ്യും? ലാഗ് ചെയ്യും. അപ്പൊ വോൾട്ടേജ് നമ്മൾ ഇങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ എന്താണ് ആദ്യം പോണത്? വോൾട്ടേജ് ആണ് ആദ്യം പോകണത്, അല്ലെ? അപ്പൊ വോൾട്ടേജ് ലീഡ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി എന്നാണ് ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുക, അല്ലെ? ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട് വോൾട്ടേജ് ലീഡ് 90 ഡിഗ്രി കറണ്ട്, അല്ലെ? അപ്പൊ വോൾട്ടേജ് ആണ് ആദ്യം പോകുന്നത്. എത്ര ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ലീഡ്സ് 90 ഡിഗ്രി എന്നാണ്. അത് ഓർത്ത് പഠിക്കുക. വോൾട്ടേജ് ആണ് ആദ്യം പോകുന്നത്. അപ്പൊ വോൾട്ടേജ് എന്നിവിടെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? വോൾട്ടേജ് ലീഡ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി എന്ന് ഓർത്തിരിക്കുക. എവിടെ? പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇനി ഈ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു എന്നിരിക്കട്ടെ. ഇവിടെ കറണ്ട് എന്ന് വന്നു, അതുപോലെ ഇവിടെ വോൾട്ടേജ് എന്ന് വന്നു. ഓക്കെ, ഇവിടെ വോൾട്ടേജ് എന്ന് വന്നു, ഇവിടെ കറണ്ട് എന്ന് വന്നു. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട് കറണ്ട് ഡാഷ് വോൾട്ടേജ് എന്ന് ചോദിച്ചാൽ ഏതാണ് ആൻസർ വരിക? ആ സമയത്താണ് കറണ്ട് ലാഗ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. ഇത് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്. അപ്പൊ വോൾട്ടേജ് ആണ് ആദ്യം പോകുന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് ആൻസർ എഴുതുക. ഇൻ പ്യുവർലി ഇൻഡക്റ്റീവ് എ സി സർക്യൂട്ട് എന്താണ്? വോൾട്ടേജ് ലീഡ് ദ കറണ്ട് ബൈ 90 ഡിഗ്രി. സോ ഏതാണ് ആദ്യം വരുന്നത് എന്നനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതുപോലെ തന്നെയാണ് പ്യുവർലി കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? പ്യുവർ കപ്പാസിറ്റീവ് എ സി സർക്യൂട്ടിന്റെ കേസിൽ എന്തായിരിക്കും? ഈ ഒരു ഇൻഡക്റ്റീവ് എന്നുള്ളിടത്ത് എന്തായിട്ട് വരും? കറണ്ട് ആയിട്ട്, കപ്പാസിറ്റീവ് ആയിട്ട് വരുവാണ്. പ്യുവർലി കപ്പാസിറ്റീവ് ആയിട്ട് വരുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ പ്യുവർലി കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് വോൾട്ടേജ് ഡാഷ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് സർക്യൂട്ടിനകത്ത് ആദ്യം പോകുന്ന ആളാരാണ്? കറണ്ട് ആണ്, അല്ലെ? അപ്പൊ വോൾട്ടേജിനെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് വോൾട്ടേജിനെയാണ്. ആൻഡ് പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടിനകത്ത് എങ്ങനെയാണ്? കറണ്ട് ആണ് ആദ്യം പോണ ആള്. അപ്പൊ നോക്കുക, കറണ്ട് എത്ര ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കും? 90 ഡിഗ്രി. പ്യുവർ ആണെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഓർക്കുക, ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ളത് വോൾട്ടേജ് ആണല്ലേ. അപ്പൊ എന്താണ് ആൻസർ വരിക? ഇൻ പ്യുവർലി കപ്പാസിറ്റീവ് എ സി സർക്യൂട്ട് വോൾട്ടേജ് ലാഗ് ബിഹൈൻഡ് ദ കറണ്ട് അറ്റ് 90 ഡിഗ്രി. വോൾട്ടേജ് കറണ്ടിന് 90 ഡിഗ്രി പുറകിലാണ്. അപ്പൊ ഇവിടെ ആൻസർ വരിക ലാഗ് എന്നായിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കറണ്ടും ഇവിടെ വോൾട്ടേജും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ലീഡ്സ് ദ വോൾട്ടേജ്, കറണ്ട് ലീഡ്സ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. രണ്ട് രീതിയിലും പഠിച്ചു വെക്കണം കേട്ടോ. പ്യുവർ ഇൻഡക്റ്റീവ് കേസിലും പ്യുവർ കപ്പാസിറ്റീവ് രീതിയിലും ഈ രണ്ട് രീതിയും പഠിച്ചു വെക്കുക. വോൾട്ടേജ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക?
അതുപോലെ കറണ്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരിക എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് കപ്പാസിറ്റീവിന്റെ കേസിലുള്ള ആ ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫ് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ തന്നെ ക്ലിയർ ആണ്. ഇൻഡക്റ്റീവിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജിനെ നമ്മൾ റെഫറൻസ് ആയി എടുത്തു കഴിഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യുവാണ്? കറണ്ട് 90 ഡിഗ്രി ലാഗ് ആണ്. ഇതാണ് ഇൻഡക്റ്റീവിന്റെ കേസിലുള്ള ആ ഒരു കാര്യം വരുന്നത്, ആ ഒരു ഗ്രാഫ് വരുന്നത്. പ്യുവർ റെസിസ്റ്റീവ് AC സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിലോ അതെന്തായിരിക്കും? ഇൻ ഫേസ് ആയിരിക്കും. റെസിസ്റ്റീവ് സർക്യൂട്ടിനകത്ത് വോൾട്ടേജിന് ഇൻ ഫേസ് ആയിരിക്കും കറണ്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. സോ ഇതെന്താണ്? ഇതൊരു റെസിസ്റ്റീവ് സർക്യൂട്ടിനകത്ത് ഇങ്ങനെയായിരിക്കും. ഇൻഡക്റ്റീവ് സർക്യൂട്ടിനകത്ത് വോൾട്ടേജിന് 90 ഡിഗ്രി ലാഗ് ചെയ്തിട്ടായിരിക്കും കറണ്ട് നിൽക്കുന്നുണ്ടാവുക. കപ്പാസിറ്റീവ് സർക്യൂട്ടിനകത്ത് വോൾട്ടേജിനെ 90 ഡിഗ്രി ലീഡ് ചെയ്തിട്ടായിരിക്കും കറണ്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഈ 3 ഫിഗറും ഒരുമിച്ച് വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചാലും ആൻസർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്. അതുകൊണ്ട് അടുത്ത ചോദ്യം നോക്കാം. ദ യൂണിറ്റ് ഓഫ് ഫ്ലക്സ്. ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? ഫൈയുടെ യൂണിറ്റ് ഫൈ ഈസ് ഇൻ വെബർ. വെബറിനകത്താണ് നമ്മൾ പറയാ അല്ലെ. സോ വോൾട്ട് എന്തിന്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക് പ്രഷർ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ യൂണിറ്റ് ആണ് വോൾട്ട് എന്ന് പറയുന്നത്. ഇനി ആംപിയർ എന്താണ്? കറണ്ടിന്റെ യൂണിറ്റ് ആണ് ആംപിയർ വരുന്നത്. വാട്ട് എന്താണ്? പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. ഓക്കെ, അപ്പൊ യൂണിറ്റ് ഓഫ് ഫ്ലക്സ് വെബർ ആണ്. യൂണിറ്റ് ഓഫ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക് പ്രഷർ ഏതാണ്? വോൾട്ട് ആണ്. യൂണിറ്റ് ഓഫ് കറണ്ട് ഏതാണ്? ആംപിയർ ആണ്. യൂണിറ്റ് ഓഫ് പവർ വാട്ട് ആണ്. ഓക്കെ, ക്ലിയർ. ഇനി സൂപ്പർ പൊസിഷൻ തിയറം ഈസ് എസെൻഷ്യലി ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ്. സൂപ്പർ പൊസിഷൻ തിയറം ഏത് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ സൂപ്പർ പൊസിഷൻ തിയറം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇനി ലീനിയർ ബയലാറ്ററൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലെ. മോർ ദാൻ വൺ സോഴ്സ് ആ ഒരു സർക്യൂട്ടിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ എലമെന്റിനകത്തും കിട്ടുന്ന ഒരു സ്പെസിഫിക് എലമെന്റിനകത്തും കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ആ ഓരോ സോഴ്സും സെപ്പറേറ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള റെസ്പോൺസിന്റെ സം ആയിരിക്കും. അങ്ങനെയല്ലേ? അപ്പോ ലീനിയർ ബയലാറ്ററൽ നെറ്റ്വർക്ക് എന്നാണല്ലേ പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടുത്തെ ആൻസർ? എന്താണ് വരിക? ലീനിയാരിറ്റി. സോ ദ സൂപ്പർ പൊസിഷൻ തിയറം ഇസ് എസെൻഷ്യലി ബേസ്ഡ് ഓൺ ദി കോൺസെപ്റ്റ് ഓഫ് ലീനിയാരിറ്റി എന്ന് ഓർത്തിരിക്കുക. ഇന്നെ ലീനിയർ ബയലാറ്ററൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സൂപ്പർ പൊസിഷൻ തിയറം, നോർട്ടൺ തിയറം, തെവനിൻസ് തിയറം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയാൻ എളുപ്പത്തിന് അല്ലെങ്കിൽ ഓർത്ത് വെക്കാൻ എളുപ്പത്തിന് പറഞ്ഞതാണ് ഇന്നെ ലീനിയർ ബയലാറ്ററൽ നെറ്റ്വർക്ക്, സൂപ്പർ പൊസിഷൻ, നോർട്ടൺ, അതുപോലെ തെവനിൻ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. A DC machine complete 1500 revolution in 1 minute. The speed in revolution per second. ഓക്കെ, ഒരു DC മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മിനിറ്റില് 1500 തവണ കറങ്ങുന്നുണ്ട്. 1500 RPM ആണ് അതിന് സ്പീഡ് ഉള്ളത്. ഓക്കെ, ഇനി സെക്കൻഡിലെ സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പം നമുക്ക് കണ്ടുപിടിക്കാം. എത്രയാണ്? 25 RPS ആണ്. RPS മീൻസ് റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്നാണ് കൊടുത്തേക്കണേ. അപ്പൊ ഒരു മിനിറ്റില് 1500 ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ് അല്ലെ. അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്. അപ്പൊ 60 സെക്കൻഡിനകത്ത് 1500 റെവല്യൂഷൻ അത് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 1500 തവണ കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡിനകത്ത് എത്ര തവണ കറങ്ങും? 1500 ഡിവൈഡഡ് ബൈ 60 ചെയ്യുന്ന സമയത്ത് എത്ര തവണ കറങ്ങും? 25 തവണ കറങ്ങും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ ഒരു സെക്കൻഡ് കിട്ടാൻ 1500 ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 25 കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആവേണ്ട, എളുപ്പമാണ്. Then അടുത്ത ചോദ്യം. A heater draw a current of 8 ampere when connected to a 240 volt source. What is the resistance value of a heater element in ohm? ഓക്കെ, ഒരു 240 വോൾട്ട് സോഴ്സിലേക്ക് കണക്ട് ചെയ്ത സമയത്ത് 8 ആംപിയർ കറണ്ട് ഒരു ഹീറ്റർ ഡ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഹീറ്റർ എലമെന്റിന്റെ റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം R is equal to എന്താണ്? റെസിസ്റ്റൻസ് R is equal to V/I എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 240 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 30 ഓം ആണ് വരിക. ഓക്കെ, സോ ക്ലിയർ ആണ്. എളുപ്പം ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എത്രയാണ്? 30 ഓം ആണ് വരിക. V/I എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ചോദ്യം കാണുമ്പോൾ വലുതാണെന്നുണ്ടെങ്കിലും എന്താണ്? എളുപ്പമാണ്. ദെൻ അടുത്ത ചോദ്യം. An electric soldering iron with a 80 ohm heating element is plugged into 240 volt outlet. How much current will be drawn by the iron? ഓക്കെ, നേരത്തെ കണ്ട ചോദ്യത്തിന്റെ എക്സാക്ട് വേറെ രീതിയിൽ
രീതി തന്നെയാണ്. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ആ ഒരു സോൾഡറിംഗ് ആൻഡ് ഹീറ്റിംഗ് എലമെന്റിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 ഓം ആണ്. ആൻഡ് 240 സോഴ്സിലേക്കാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കുക എത്ര കറണ്ട് അത് എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം I is equal to എന്താണ്? I equal to V/R എന്നുള്ളതാണ് നമ്മളുടെ ഇക്വേഷൻ. സോ ഡയറക്ട്ലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 240 ഡിവൈഡഡ് ബൈ 80 കൊടുക്കുന്ന സമയത്ത് എന്തെന്ന് കിട്ടും? 3 ആംപിയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. വളരെ എളുപ്പമാണ്, 3 ആംപിയർ. സോ ചോദ്യം ഇത്രയും കാണുന്ന സമയത്ത് മൈൻഡ് ബ്ലാങ്ക് ആയി പോകരുത്. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. സോ നോക്കുക, ഇത് ഫസ്റ്റ് ലെവൽ സ്റ്റഡി ആയതുകൊണ്ടാണ് ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 80 ഓം റെസിസ്റ്റൻസ് ഉള്ള ഒരു ഹീറ്റിംഗ് എലമെന്റ് 240 വോൾട്ടിലേക്ക് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് എത്ര കറണ്ട് ഡ്രോ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I is equal to V/R. 240 ഡിവൈഡഡ് ബൈ 80 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 3 ആംപിയർ, 3 ആംപിയർ ആണ് കറണ്ട് ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം, ദ ഓൾട്ടർനേറ്റർ ഇൻ എ കാർ ഡെലിവർ 4 ആംപിയർ ആൻഡ് ഹാസ് എ ലോഡ് ഓഫ് 3 ഓം കണക്റ്റഡ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽസ്. ഫൈൻഡ് ദ വോൾട്ടേജ് ഓഫ് ദി സർക്യൂട്ട്. അപ്പൊ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ഓൾട്ടർനേറ്റർ ലോഡ് എന്നൊക്കെ കാണുമ്പോൾ ഏതോ വലിയ ചോദ്യമാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇവിടെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഓംസ് ലോ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ദ ഓൾട്ടർനേറ്റർ ഇൻ എ കാർ ഡെലിവർ 4 ആംപിയർ. സോ I തന്നിട്ടുണ്ട് 4 ആംപിയർ ആൻഡ് ഹാസ് എ ലോഡ് ഓഫ് 3 ഓം. ലോഡ് എത്രയാണ്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 ഓം എന്ന് തന്നിട്ടുണ്ട്. കണക്റ്റഡ് അക്രോസ് ദിസ് ടെർമിനൽസ്. ഓക്കെ, ഫൈൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദി സർക്യൂട്ട്. സോ വോൾട്ടേജ് കാണാൻ V is equal to IR ആണല്ലേ. V is equal to IR ആണെന്നുണ്ടെങ്കിൽ 4 × 3 എത്രയാണ്? 12 വോൾട്ട് ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, 12 വോൾട്ട് ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത ചോദ്യം നോക്കാം. എ 4 പോൾ 50 ഹെർട്സ് സിൻക്രണസ് മെഷീൻ റൺസ് അറ്റ് എത്ര സ്പീഡിലാണ് കറങ്ങുക? അപ്പോൾ ഒരു സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട്, സ്പീഡ് ഓഫ് എ മെഷീൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? 120 F/P എന്നുള്ള ഒരു ഇക്വേഷൻ ആണ് നമുക്കുള്ളത്. 120 F/P. ഓക്കെ, അപ്പൊ 120 ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ്? 120 ഇൻറ്റു 50. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 50 ആണ്. ആൻഡ് 4 പോളുള്ള മെഷീൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നോക്കുക, 15. അപ്പൊ എത്രയാണ്? 1500 RPM. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഫസ്റ്റ് ലെവൽ സ്റ്റഡി ആയതുകൊണ്ടാണ്. സോ വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെയുള്ള അടുത്ത ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഫൈൻ, താങ്ക് യു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെയുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ട് വരാം. സോ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഫൈൻ, താങ്ക് യു.